അങ്ങനെ നമ്മൾ രണ്ട് കരക്കാർ തിരിച്ചു വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഇവിടെ നമ്മൾ ഇനി ഫുൾ ആഘോഷമാണ്. നമ്മളിപ്പോ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ ആഘോഷമേ ഉള്ളൂ എല്ലാവർക്കും. എന്തിന്റെ ആഘോഷമാണ്? കറക്റ്റ്. അതും പല ടീമുകളുണ്ട്. ഇപ്പൊ ഓൾറെഡി ഹോർഡിങ്സുകൾ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളായി, ബെറ്റ് വെപ്പായി, ഗോളടിയായി, അങ്ങനെ ഫുൾ ഒരു ഫുട്ബോൾ മയമാണ്. അപ്പൊ നമ്മുടെ എപ്പിസോഡിലും അതേ ഒരു ആവേശം വേണ്ടേ ചേച്ചി? അങ്ങനെയുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടുകൂട്ടമായിട്ട് ജോയിൻ ചെയ്യുന്നതും ഫുട്ബോളിനെ പറ്റി പറയാനും അവിടുത്തെ പ്ലേയേഴ്സും പ്രൗഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവരെയും വിശദമായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ബിജു സാർ, ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറാണ് എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി. ഒപ്പം തന്നെ ജോയിൻ ചെയ്യുന്നു ജോസ് ലോറൻസ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറാണ് എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്. Also we have Jacob sir. Welcome to Comedy Masters. Sir ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്. നെക്സ്റ്റ് നമുക്കുള്ളത് ഇട്ടി സാറാണ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ജയിച്ച അന്ന് സാർ ആയിരുന്നു ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്ന ആ ടീമിനൊപ്പം. ഇനി ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അണ്ടർ 20 കളിച്ച പ്ലെയേഴ്സ് ഉണ്ട്, അണ്ടർ 17 കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ തമീനയിലേക്ക് പോവാണ്. ഹായ് തമീന, ഫാത്തിമ, വി ആർ വെരി പ്രൗഡ് ഓഫ് യു. കാരണം തമീന ഒരു ഗോൾ കീപ്പറാണ്, അണ്ടർ 17 ഫുട്ബോൾ പ്ലെയർ ആണ്, ഇന്ത്യൻ പ്ലെയർ ആണ് കേട്ടോ. അജിത് സുഖല്ലേ? അജിത്ത് അണ്ടർ 20 ഫുട്ബോൾ പ്ലെയർ ആണ്. പിന്നെ സീന മാം, ഹായ് ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം നമ്മുടെ വേൾഡ് കപ്പ് ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ്. അത് മാത്രമല്ല ലേഡി IM വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു ഡിഫറെൻറ്റ് പേരാണ്. ശരിക്കും ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്ന പേരുകളിലാണ്. അങ്ങനെ ഒരു വെറൈറ്റി പേരുമായിട്ട് അണ്ടർ 20 കളിക്കുന്ന ഒരു ഫുട്ബോളറാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഒരു നാഷണൽ പ്ലെയർ ആണ്, റാഫേൽ ലിയാൻ സെക്യുറ. എന്റെ മോനെ, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഷ്ടപ്പെട്ടു. കാരണം എന്താ അറിയോ, ഭാവിയിൽ ഇനി ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഇത് പഠിച്ചു വെക്കണമല്ലോ ഇപ്പോഴേ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചു വെക്കണം. തമീന, ഞാൻ ആദ്യം തന്നെ തമീനോട് ചോദിക്കട്ടെ. പലരും ഇപ്പൊ TV കാണുന്നുണ്ടാവും. ഫുട്ബോൾ എന്ന് പറയുമ്പോഴും ഞങ്ങൾക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരുകളും ഫുട്ബോൾ പ്ലേയേഴ്സ് ആണുങ്ങളുടെ പേരുകളായിരിക്കും, അല്ലെങ്കിൽ മെയിലാണ്. ഇവിടെ ഇപ്പോൾ തമീന ആസ് എ ഫീമെയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. വീട്ടിൽ നിന്നായിരിക്കാം, സൊസൈറ്റിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചോയ്സിലാണെങ്കിലും. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? താങ്ക് യു. എൻ്റെ അമ്മേൻ്റെ അടുത്താണ്. കാശ് എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ തന്നെ തുടങ്ങുന്നത് സിംഗിൾ പാരൻ്റ് ആണ് എൻ്റെ അമ്മ. സോ അങ്ങനെ വെച്ചാൽ ഏറ്റവും വലിയൊരു പ്രൗഡായിട്ട് എനിക്ക് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. സെക്കൻഡ് തിങ്, സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കളിക്കാൻ പോകരുത്, അങ്ങ് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ വീട്ടിലിരിക്കണം, എന്നാണ് പഠിക്കുക, സ്റ്റഡീസ് നോക്കണ്ടേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പിൽ പോകുമ്പോൾ ഞാൻ മാത്രമേ പെണ്ണ്. അപ്പം ഞാൻ വിചാരിക്കും ശരിക്കും പെണ്ണുങ്ങൾ കളിക്കാൻ കഴിയില്ലേ. അപ്പം ഞാൻ ചിന്തിച്ചു ഇനി എനിക്കും കളിച്ച് നോക്കാം, എന്തായിരിക്കും നോക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടായിരുന്നു, എന്താണ് ഈ ഫീമെയിൽസിനെ മോക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹിസ്റ്ററീസ് ഉണ്ടാക്കിയേക്കുന്നത് വുമൻസ് ആണ്. അങ്ങനെ ഈ ഒരു 2025 തന്നെ 3 ഹിസ്റ്ററി ഉണ്ടാക്കിയത് എന്താണ് വുമൻസ്. നമ്മുടെ ഇന്ത്യ കളിച്ച സീനിയർ, അണ്ടർ 20, അണ്ടർ 17, ഞാൻ അതിൻ്റെ അണ്ടർ 17 ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തമീന, ഏത് ഏജ് മുതലായിരിക്കും ഫുട്ബോൾ എന്നുള്ളൊരു സംഭവം മനസ്സിൽ കയറിയിട്ടുണ്ടാവാ? അങ്ങനല്ല, എൻ്റെ ഇക്കാക്ക് പണ്ട് കളിക്കാൻ പോവായിരുന്നു. അപ്പോൾ ഓൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ കാണാൻ ബോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ഗ്രൗണ്ടിൽ എനിക്ക് ഒരു കോച്ചുണ്ട്, ജാവേദ് സാർ. എനിക്ക് ഫസ്റ്റ് വേറെ എൻ്റെ ഫുട്ബോൾ ഫാദർ ആയിട്ടുള്ള ഒരാളാണ് ജാവേദ് സാറ്. അപ്പോൾ ആളെന്നെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കളിച്ച് പിന്നെ അങ്ങനെ വന്നു. പിന്നെ എനിക്ക് ട്രൂ ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് സീന മിസ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മിസ് എനിക്ക് ക്യാമ്പ് എടുത്തുണ്ട്. സൂപ്പർ. എനിവേസ് എനിക്ക് തോന്നുന്നു അവിടെയും അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ, പുള്ളിക്കാരത്തി മുന്നോട്ടേക്ക് തന്നൊരു സപ്പോർട്ടാണ് തമീന ഇന്ന് ഇവിടെ വരെ ഈ എത്തി നിൽക്കുന്നത്. വെരി പ്രൗഡ് ഓഫ് യു, വെരി പ്രൗഡ് ഓഫ് യു. എനിക്ക് എപ്പോഴുള്ള ഡൗട്ടാട്ടോ, ഞാൻ ചോദിച്ചോട്ടെ കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ട്. ആ 130 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 11 പേരടങ്ങുന്ന ഒരു ടീം, ഒരു സൂപ്പർ ഇന്ത്യൻ ടീമിനെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും സമയം എന്താ എടുക്കുന്നതെന്നൊരു സാറൊന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഇതിന്റെ പ്രശ്നം. നമ്മള് 1956 ഒളിമ്പിക്സ് കളിച്ചൊരു ടീമാണ് ഇന്ത്യ. 4ാം സ്ഥാനം വരെ വന്നിരുന്നു. അതിലെ ഒരു ഹാട്രിക് അടക്കമുണ്ട്. നേവൽ ഡിസൂസ എന്ന് പറഞ്ഞ ഒരു ഹാട്രിക് വരെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒളിമ്പിക്സ് കളിക്കുന്നത് 1960. അതിൽ ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് സൈമൺ സുന്ദർരാജ്. അദ്ദേഹമായിരുന്നു 73 നമ്മുടെ കേരള ടീമിൻ്റെ കോച്ച്. അപ്പം അതിനുശേഷം ഇന്ത്യ പിന്നെ ഒളിമ്പിക്സ് കളിച്ചിട്ടില്ല.
ഇപ്പോൾ നമ്മൾ 138 സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. 48 ടീമാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അപ്പം നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ആദ്യമേ തന്നെ നമുക്ക് പല സ്കൂളുകൾ പണ്ട് കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കളിസ്ഥലങ്ങളില്ല. അവിടെയൊക്കെ ബിൽഡിംഗ് പണിയാണ്. ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ബിൽഡിംഗ് കെട്ടി ഇങ്ങനെ കളിസ്ഥലങ്ങൾ കുറയുന്നു. പിന്നെ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കളിക്കാനായിട്ട് ഒരുപാട് സെൽഫ് ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സമയത്ത് നമ്മൾ ഒരുപാട് ടൂർണമെൻറ്റ്സ് നമ്മൾ നോക്കിയാൽ മതി. ശ്രീനാരായണ ടൂർണമെൻറ്റ് തൊട്ട് ട്രിവാൻഡ്രം GV രാജ ടൂർണമെൻറ്റ് വരെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ടൂർണമെൻറ്റുകളും ഇല്ല, കംപ്ലീറ്റ് നിലച്ചു പോയി. ഇപ്പോൾ ISL അങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് നടക്കുന്നത്. അതിനകത്ത് നമ്മുടെ എത്ര പേർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്? എല്ലാം ഫോറിൻ പ്ലേയേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കളിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ വേൾഡ് കപ്പ് എന്തുകൊണ്ട് കളിക്കില്ല എന്ന് വെച്ചു, നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻസ് ആയാലും നമുക്ക് വേൾഡ് കപ്പിലേക്ക് പോകണം. ആദ്യം ഏഷ്യൻ ചാമ്പ്യൻസ് ആവാനുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാകണം. അതിൻ്റെയൊക്കെ കുറവാണ്. കോച്ചസ് പിന്നെ ഇവിടെ ലൈസൻസ്ഡ് കോച്ചസ് കുറേ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും കളിക്കുന്ന ആൾക്കാരല്ല. ഡിഗ്രി ഉണ്ടായെങ്കിൽ ലൈസൻസ് എടുക്കാം. പണ്ട് നല്ല കോച്ചസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സൈമൺ സുന്ദർരാജ്, അതുപോലെ ഗബ്രിയൽ ജോസഫ് സാർ, അങ്ങനെ ഒരുപാട് കോച്ചസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറേ മെയിൻ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങളില്ല, ടൂർണമെൻ്റ് ഇല്ല. അതാണ് നമ്മുടെ വലിയൊരു ഡ്രോബാക്ക്. ആ ഡ്രോബാക്ക് ഒക്കെ എത്രയും വേഗം ക്ലിയർ ആയിട്ട് കളിക്കാനുള്ള സ്ഥലങ്ങൾ വരട്ടെ, അതുപോലെ തന്നെ ടൂർണമെന്റുകൾ വരട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ തമീന, അജിത് ആൻഡ് ലിയാസ്, നിങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളോട് ഇനി അറിയപ്പെടട്ടെ. നമ്മുടെ ആഗ്രഹം പോലെ അല്ലെ വേൾഡ് കപ്പിൽ എന്തെങ്കിലും എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്കൊന്ന് ചിരിച്ചാലോ അല്ലെ? എല്ലാരും സീരിയസ് ടോപ്പിക്കിൽ ആയിപ്പോയിന്നേ. എന്നാ ചേച്ചി പിള്ളേരെ ഇറക്കാന്ന് കാണട്ടെ, നമ്മുടെ ഇവിടുത്തെ ടീമിനെ ഇനി കാണട്ടെ. വരുന്ന ഒരു അടിപൊളി ഫുട്ബോൾ കളി തുടങ്ങാറായപ്പോഴാണ് തേങ്ങയ്ക്ക് വിടാൻ കണ്ട സമയം. ഭാഗ്യം തുടങ്ങിയില്ല. അവിടെ ഇട്ടിരുന്ന കള്ളന്മാരെടുത്തുണ്ടാവും. ഒറ്റയ്ക്കല്ലേ താമസിക്കണ്ട. കള്ളന്മാർ വല്ല മുറിക്കകത്ത് വല്ലതും കയറിയാ അങ്ങോട്ടും വല്ലതും ഉണ്ടോ? ഇല്ല. ഇങ്ങോട്ടുണ്ടോ? അവിടെ ഇല്ല. ചില കള്ളന്മാർ പതുങ്ങിയിരുന്നോളെ, അവിടെ ഇല്ല. കട്ടുപുറത്ത് കയറി ഇരിപ്പുണ്ടോ? ഭാഗ്യം ഒറ്റയ്ക്കുള്ളോണ്ട് പേടിച്ച് ജീവിച്ചല്ലേ പറ്റൂ. ഇനി തുടങ്ങിയ രഘു, ആമിനൊരു വീട്ടില് ഷാമിയാനെ പന്തൽ കൊണ്ട് കെട്ടിയാ? ഞാൻ ബ്രസീലിന്റെ കട്ട ഫാനാണ്. ബ്രസീലിനെ ജയിച്ചാൽ മതി ദൈവമേ. കളി തുടങ്ങി കണ്ടോണ്ടിരിക്കാം. ആഹാരം ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നില്ലല്ലോ. ഇവനൊക്കെ ഒരു ഉത്തരാഖണ്ഡ് ഉത്തരവാദിത്വം ഇല്ല. ഡെലിവറിയാ? ആഹാരം കൊണ്ടുവന്നതാ? എത്ര നേരം ഓർഡർ ചെയ്തിട്ട്? എനിക്ക് ലൂസ് മോഷൻ ആയിരുന്നു. ഒന്ന് നേരത്തെ വന്നുകൂടാടാ? ലൂസ് മോഷൻ സ്ലോ മോഷൻ ആക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ കൊണ്ടുപോയി. സാധാരണ ഈ ഫുഡ് ഡെലിവറിക്ക് പറഞ്ഞ ഒരു യൂണിഫോം ഒക്കെ ഉണ്ടല്ലോ, നിനക്ക് യൂണിഫോം ഒന്നും ഇല്ലേ? യൂണിഫോം ആകെ ഒരു യൂണിഫോമേ ഉള്ളായിരുന്നു. അത് പാറ്റ കറണ്ട് കീറി കളഞ്ഞു. എടേ, പാറ്റയ്ക്കുള്ള സ്പ്രേ വാങ്ങിച്ചു വെക്കണം. ഞാൻ പാറ്റയ്ക്ക് സ്പ്രേ മേടിച്ചു കൊടുത്തിട്ടാണ് നാളെ സോപ്പും പൗഡറും തിരക്കി എന്റെ വീട്ടിൽ. ഞാൻ തന്നെ മേടിച്ചോണ്ടാണ് നടക്കുന്നത്. മണക്കായി കഷ്ടം തന്നെ. ആഹാരം എടുത്ത് വെക്ക്. ആഹാരം ഒക്കെ ഉണ്ട്. ഓർഡർ ചെയ്ത ആഹാരം കിട്ടിയാലുണ്ടല്ലോ. അയ്യോ മാമ, ഓർഡർ ചെയ്ത ആ സാധനം അവിടെ ഇല്ല കേട്ടാ. മറ്റേ ഹംസല്ല, പിസ്സ. അതില്ല. പിന്നെ എന്നൊന്നും കൊണ്ടുവന്നത്? പൊറോട്ടയും ചിക്കനും. ചിക്കനൊക്കെ എന്തിനടേ? ഞാൻ ഈ പ്രായത്തിലൊക്കെ ചിക്കൻ കഴിച്ചു ശരിയാവൂല. നിന്റെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വെള്ളക്കാശരത്തിൽ എഴുതി വെച്ചിരുന്നല്ലോ ഞണ്ടും കൊഞ്ചൊന്നും. ഉമ്മാതെയാണ് ഞണ്ട് നമ്മുടെ അടുത്ത് കൊഞ്ചൊന്നുമില്ല, അത് ഇറുക്കും. എവിടെ നടാ വരുന്നത്? നിന്റെ ഈ ഉടുപ്പിനെന്താ ഫ്രണ്ടിൽ എഴുതി റൗണ്ട് ആയിട്ടിട്ട്? യൂണിഫോം ഇല്ലല്ലേ? ഞാൻ എന്റെ പേരെഴുതി, പേരിന്റെ ആദ്യത്തെ അക്ഷരം അമ്പളിക്കുട്ടിയെ. അമ്പളിക്കുട്ടൻ? അതിനൊന്ന് റൗണ്ടിനകത്ത് ആയിട്ടേക്കണത്. ഇല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കളയും. ഈ റൗണ്ടിനകത്ത് ആയിട്ട് അർത്ഥം വേറെയാണ്. എന്തോന്ന്? അഡൽട്സ് ഉള്ളി എന്നാണ്. ഞാൻ അഡൽട്ടാണ്, പ്രായപൂർത്തിയാണ്. ഞാൻ മാത്രമാണ് ഇതിന്റെ ഡെലിവറി ബോയ്. ആരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? എടാ, ഇതൊന്നും കഴിക്കാൻ കൊള്ളൂല കേട്ടോ. ഈ ആഹാരം ഒന്നും കഴിക്കാൻ കൊള്ളൂല. അതെന്ത്? എടാ, സത്യം പറഞ്ഞ ചിക്കനൊക്കെ നമ്മൾ ഈ പ്രായത്തിൽ കഴിച്ചാൽ ശരിയാവൂല. അതിനൊക്കെ പണ്ട് ഞാനും എന്റെ കൂട്ടുകാർ കാട്ടില് മെഴുവായിരുന്നു.
പറയുന്ന കേട്ടോ ഫ്ലോറിൽ കിടന്ന് അടിച്ചു പൊളിക്കുകയാണ്. എടാ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇറച്ചി ഏതെന്നറിയാം? ഏതാണ്? മുള്ളംപന്നിയുടെ ഇറച്ചി. പക്ഷെ ഇപ്പൊ പിടിക്കാൻ പറ്റൂല, കേസാവും. മുള്ളംപന്നിക്ക് വംശനാശം സംഭവിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വംശനാശം സംഭവിക്കാതിരിക്കും. ഈ മുള്ളം പന്നിക്ക് അതിന്റെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? മുള്ളല്ലേ, പിന്നെ എങ്ങനെ വംശനാശം വരാതിരിക്കും? കൊള്ളാം കൊള്ളാം, നല്ല കൊള്ളാം. ആരാണ്? എടാ നിന്നെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോടേ. ആ അമ്പിളിക്കുട്ടി അവിടെ അടുത്തുള്ളയാ. എടാ ചുമ്മാ അല്ല പരിചയം. അർജന്റീന ഗോളടിച്ച്, അർജന്റീന 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 മെസ്സിക്ക് ജയ്. ഞാൻ അർജന്റീനയുടെ ഫാനാണ്. നേരത്തെ ബ്രസീലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറണം. നിനക്ക് ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ആർക്ക്? എനിക്കാ? കൊള്ളാം. ഞങ്ങൾ അവിടുത്തെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. എടേ നീ ഫിറ്റായിരുന്നാ? ഇല്ലില്ല, തലേന്ന് അടിച്ചതിന്റെ ചെറിയ ഹാങ് ഓവർ കാണും. മത്സരത്തിന്റെ അടിക്കാൻ സമ്മതിക്കില്ല. എടാ ഒരു ക്യാപ്റ്റൻ ആവും, നീ ശാരീരിക ക്ഷമത ഫിറ്റായിരുന്നാന്ന്. എനിക്കാ? ഉള്ള എന്റെ മസിലൊക്കെ ഉണ്ടല്ലോ. മസിൽ പിടിച്ചപ്പോ തല ഇറങ്ങുന്നു. എടാ അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് നീ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടായിരുന്നു. എല്ലാ നിന്റെ ടീമിലുള്ള ആൾക്കാരും ബോളിന്റെ പിറകെ ഓടുന്നു, നീ മാത്രം അവിടെ ഐസ്ക്രീം കുടിച്ചോണ്ട് ഓടുന്നല്ലടാ. കുടിച്ചോണ്ട് ഓടിയൊന്നുമില്ല, ആളുടെ പിറകെ ഓടിയിട്ട് വായിക്കൂടെ നൊരയും പതയും വന്നെയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടിട്ട്. എടാ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി കളിച്ചിട്ടുണ്ടോ? കൊല്ല കഥ പറഞ്ഞു വരികയാണെങ്കിൽ കഥയായിട്ട് പറയരുത്, വലിച്ചു നീട്ടാൻ പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ടീമിന് അർജന്റീനയായിട്ട് കളിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അർജന്റീനയായിട്ടാ? അയ്യോ അർജന്റീനയായിട്ടാണ് കളിയെങ്കിൽ നല്ല ഉഗ്രം കളിയായിരിക്കുമല്ലോ. അവർക്കത് കളി, ഞങ്ങൾക്കാണ് പാട്. എങ്ങനെയാണ് വിശേഷം പറ. വിശേഷം ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ക്യാപ്റ്റൻ ഞാൻ ഉൾപ്പെടെ ഒരു 11 പേര് അങ്ങോട്ട് പോയി. 11 പേര് ഗ്രൗണ്ടിൽ ഇറങ്ങിയതും ഒരു 3-4 പേരെ കാണാനില്ല. എവിടെ പോയി? ഈ മെസ്സിയെ കണ്ടപ്പോ 3 തല ഇറങ്ങി വീണു. പിന്നെ ക്യാപ്റ്റനും ഇല്ലായിരുന്നു. നീ അല്ലായിരുന്നാ? ഞാനാണ് ആദ്യം തല ഇറങ്ങി വീണു. ഞാനും വീണു. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവര് കറങ്ങി വീണപ്പോ ഞാൻ നീണ്ടാ വീണത്. എന്നിട്ട് എന്തായി? ഗോൾ വല്ല അടിച്ചാ? ഗോളെന്ന് വെച്ചാ പിന്നെ 2 ഗോൾ അടിച്ചു. 2 ഗോൾ അടിച്ചു? നിങ്ങൾ 2 ഗോൾ അടിച്ചല്ല? ഞങ്ങളല്ല, അവരാണ് അടിച്ചത് 2 ഗോള്. ആരാണ് ജയിച്ചത്? ജയിച്ചത് അവര്. നിങ്ങൾ എത്ര ഗോളുകൾക്കാണ് തോറ്റത്? ഞങ്ങള് 2 ഗോളിന്. ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടത്. 2 ഗോൾ വരെ ഞാൻ എണ്ണി, പിന്നെ എണ്ണാൻ പറ്റില്ല, ചറപറാടിയായിരുന്നു. അപ്പൊ നിങ്ങൾ 1 ഗോൾ പോലും അടിച്ചില്ല? ആര് പറഞ്ഞു? എന്റെ കൂടെ മിടുക്കനായ ഒരുത്തനുണ്ടായിരുന്നു, അവനങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അവ 2 ഗോൾ അടിച്ച്. 2 ഗോൾ അടിച്ചു? 2 ഗോളെങ്കിലും അടിച്ചല്ലോ. പക്ഷെ അടിച്ചത് നമ്മളെ പോസ്റ്റിൽ തന്നെയാ. അങ്ങനെ ചെയ്തത്? അത് ഈ ബാള് ഹെഡ് ചെയ്തപ്പോ അവൻ മൈൻഡ് ഔട്ട് ആയി പോയി. ആഹാരം കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എടേ ഞാൻ ചായ പറഞ്ഞിരുന്നു. ചായ പറഞ്ഞിരുന്നു. അതെ, വിത്തൗട്ട് ചായയാണ് ഏതാ പറഞ്ഞേ? എടാ വിത്തൗട്ടാണ് എനിക്ക് വേണ്ടത്. ഞാൻ കേട്ട, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കേട്ട എന്റെ കുറ്റമായിരുന്നു. കുഴപ്പമില്ല, ഞാൻ 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബോട്ടില്ല വിത്തൗട്ട് ചായ മധുരം ഇട്ടത്. അടിയിൽ മധുരം ഇട്ടത്, മേളിൽ വിത്തൗട്ട്. പിന്നെ എവിടെ നിന്നാ കൊണ്ടുവന്നത്? എന്റെ വീട്ടിൽ നിന്ന് പാഴ്സലായിരിക്കും. എടാ ആപ്പിളെങ്കിലും ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന? ആപ്പിളുണ്ട്. ആപ്പിളെങ്കിലും കഴിച്ചിട്ട് കിടക്കാം, അല്ലാതെ ചെറുക്കാൻ പോ. ആപ്പിൾ ഒരു സൈഡ് കടിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ ഇത് ഏത് ഫോണിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തത്? എന്റെ മക്കള് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഐഫോൺ ആപ്പിൾ. അതിന്റെ ആപ്പിളിനകത്ത് പകുതി ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോ അങ്ങനെ കിട്ടുള്ളൂ, പകുതി ഇല്ല. എവിടെ പോയി ആപ്പിളും കടിച്ചു വെച്ചിട്ട് കൊണ്ടുവന്നേക്കുന്നു. ആഹാരം കഴിക്കാൻ പറ്റില്ല, എല്ലാം തണുത്തു പോയി. നോക്കിയാണ് ഈ തണുത്ത ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്. അന്ന് ചൂടാക്കിയാ പോലെ. ഇവിടെ ചൂടാക്കാൻ ആരുമില്ല, ഗ്യാസും ഇല്ല. എനിക്ക് തണുത്ത ആഹാരം കഴിച്ചുകൂടാ. ഇപ്പൊ ചൂടായിട്ട് എന്ത് കിട്ടും? നമ്മൾ ചെറുതായിട്ടൊന്ന് ലാഗ് ചെയ്ത് കളിച്ചാൽ മതി, ചൂടായിട്ട് ഡയറക്ടർ അനുസാറിന് ഇത് കിട്ടും. പുള്ളി ആഹാരമൊക്കെ ഉണ്ടാക്കുമോ? പിന്നെ ഫ്രൈയുടെ ഉസ്താദാണ്. സ്കിറ്റങ്ങാനും പൊളിയണം, പൊരികി പുള്ളി. അവിടെയൊക്കെ നീ ആഹാരം കൊടുക്കാൻ പോവോടെ? ഞാനല്ലേ അവിടെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അത് ശരി. അവിടെ വേറൊരു പ്രശ്നമുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മള് ചേച്ചിയില്ലേ, ചേച്ചിക്ക് പാൽപ്പായസമാണ് ഇഷ്ടം. അതെന്താ അങ്ങനെ? പാല് പോലല്ലേ ഇരിക്കുന്നത്, പാൽപ്പായസത്തിന്റെ മനസ്സും പാവം. അവിടെ ചാടിത്തുള്ളി അടക്കൂടെ ഒരു അവതാരിക പഠിക്കാൻ. ആ കുട്ടി എന്താണ് കഴിക്കണത്? നമുക്ക് ഇഷ്ടം ജമ്പിങ് പ്രോൺസ്. അതേ കഴിക്കുക. നമ്മളെ ശ്രീവിദ്യ മുല്ലശ്ശേരി ബിരിയാണിയേ തിന്നു. എപ്പോഴും ബിരിയാണി തിന്നുന്നത് എന്താണെന്നറിയാമോ? അവർക്ക് ഇരുന്ന് ഉറങ്ങണം, അതിനാണ്. ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കൊച്ചെപ്പോഴും കണ്ണു തുറന്നേണ്ടി ഇരിക്കണം. അയ്യോ, കണ്ണ് തുറന്നിരിക്കല്ല, ഇരുന്ന് ഉറങ്ങയാണ്. ആൾക്കാർ ഇവിടുന്ന് 2 തങ്കീസ് പിന്നെ നമ്മളെ ആലീസ് ഇല്ലേ, ആലീസ് ഡയറ്റ് ആണ്. നല്ല കുട്ടി, തടി കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ദിവസം ഉച്ചയ്ക്ക് ഒരു ഫുൾ കുഴിമന്തി. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ, ശരീരം വലിയ വേണം, മൂക്കൂട്ട തിന്നാൻ വേണം. പിന്നെ നമ്മളെ കൊച്ചകിൽ ഏറ്റവും ഇഷ്ടം പഴങ്കഞ്ഞിയാണ്.
അവ അടിക്കുന്ന കൗണ്ടറും പഴയതാണ്, അവന്റെ സ്വഭാവം മാറത്തില്ല, പഴയത് തന്നെ. അവ അങ്ങനെയാണ്, പഴങ്കഞ്ഞി മതിയാവില്ല. ഓ അവിടെ ഇരിക്കുന്ന അർജുൻ എന്താണ് ഇഷ്ടം? അർജുന് ഇഷ്ടം അമ്പും ഇല്ല. എടാ അവിടെ ഇരിക്കുന്ന അർജുൻ എന്താണ് ഇഷ്ടം? അർജുൻ ആ. സത്യം പറയാൻ ആ. വെറും പാവമാണ്. ആ. ഒരു ആവശ്യവും ഇല്ല. നമ്മൾ ഇന്നത് വേണമെന്ന് പറയുന്നില്ല. ആ. മിണ്ടാതിരിക്കും, അടുത്തിരിക്കുന്ന ആരെങ്കിലും കൈയിട്ട് വാരി തിന്നുകയും ചെയ്യും. ഓ, അപ്പൊ അങ്ങനെയാണ് അവരെ ഭക്ഷണ രീതിയൊക്കെ. അങ്ങനെയാണ് അവരുടെ രീതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ബ്രസീലാണോ അർജന്റീനയാണോ? അതെനിക്ക് ഇപ്പോഴും സ്ഥിരമായിട്ടില്ല. എങ്ങനെ ഞാൻ എവിടെ നിൽക്കും? ആര് ഗോൾ അടിക്കുന്നു അവരുടെ കൂടെ. അവരുടെ കൂടെ നിൽക്കും. അയ്യോ. എടാ, അപ്പുക്കുട്ടാ, പറയുമ്പോൾ നീ അവിടെയൊക്കെ പോയി കളിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഗോൾ അടിക്കാനുള്ള ട്രിക്ക് എന്താണ്? ഏറ്റവും പെട്ടെന്ന് ഗോൾ അടിക്കാൻ നമ്മളെ പോലുള്ളവർക്ക് ഒരു ട്രിക്ക് ഉണ്ട്. രാവിലെ 3 മണിക്ക് നമ്മൾ അലാറം വെച്ച് ഉറക്കം എണീക്കണം. എന്നിട്ട് നേരെ ബാളോട്ട് ഗ്രൗണ്ടിലോട്ട് പോകണം. ആ സമയത്ത് അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല, ഗോൾ കീപ്പറും ഇല്ല. എടുത്ത് വെക്കുക, തുരു ആവശ്യമുള്ള അടിക്കുക, സന്തോഷത്തോടെ വീട്ടിൽ ഒന്ന് മൂടി പോയി ചേർന്ന് ഉറങ്ങുക. അതാണ് പറ്റിയത്. ഫ്രീ കിക്ക് അർജന്റീനയുടെ ഫ്രീ കിക്ക്. ഈ ഫ്രീ കിക്ക് എന്തരടേ? ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ ചില കിക്കിന് മെസ്സി ചിലപ്പോ കൗണ്ടറിൽ 50 രൂപ അടക്കേണ്ടി വരും. ഫ്രീ ആയിട്ട് കിട്ടുന്ന കിക്ക്, അതാണ് ഫ്രീ കിക്ക്. എല്ലാം പഠിച്ചു വെച്ചേക്കണ്ട് കള്ളൻ. നമ്മളെ കുടുംബമായിട്ട് അങ്ങനെ ഫുട്ബോളാ. എടേ പറയുമ്പോലെ പണ്ട് നിന്റെ അച്ഛൻ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്റെ അച്ഛൻ അപ്പുക്കുട്ടൻ തന്നെ. നല്ലടാ, അവന് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നല്ല. അയ്യോ ഇല്ലായിരുന്നു, ഇപ്പം ജോലിയായി. എന്റെ അടുത്ത് വലിയ കാര്യമാണ്. എന്നെ? നിന്റെ അടുത്താ? എന്റെ അടുത്ത് ഇപ്പൊ ഭയങ്കര പിണക്കമാണ്. അതെന്ത് കാര്യം? പിന്നെ എന്നെ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്ത് ഇടയ്ക്ക്. കാര്യം എന്തോന്നടാ? അതിപ്പം അച്ഛന് ബിവറേജിൽ ബില്ലടിയല്ലേ, എനിക്കൊരു സാധനം എടുത്ത് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്ത് കയറാൻ പറ്റുമോ? അച്ഛൻ ഇരിക്കല്ലേ, ഞാൻ ഒരു ടെക്നിക്ക് ചെയ്ത് ഞാൻ വേഷം മാറി മറ്റേ വിഗൊക്കെ എടുത്ത് വെച്ച് ഇവിടെ ഒരു പാലുണ്ണിയൊക്കെ വെച്ച് കൃതാപൊക്കെ വരച്ച് മീശയൊക്കെ വരച്ചിട്ട് നേരെ ചെന്നു. ഒറ്റ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. തിരിച്ചറിഞ്ഞ് ഇങ്ങനെ വേറെ രീതിയിലല്ലേ പോണത്? നേരെ എന്നിട്ട് പറഞ്ഞു അച്ഛ ഒരു പൈൻ്റെന്ന് ഓട്ടം കൂടെ കൈയിട്ട് ഇങ്ങനെ പിടിയാക്കി ഇല്ലി പിടിച്ചൊരടി. നിന്റെ കൊച്ചിച്ച ഓമനക്കുട്ടനാ? കൊച്ചച്ഛന്റെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. കൊച്ചച്ഛൻ എന്തെങ്കിലും പറ്റിയാടാ? ഒന്നും പറ്റിയില്ല. പിന്നെന്ത്? കൊച്ചച്ഛന് പറ്റിയ കൗണ്ടറൊന്നും ഇല്ല, ചുമ്മാർന്ന് പുഴുകുന്ന. നീ എന്താടാ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കണം. അത് വീട്ടില് പെണ്ണുങ്ങളൊന്നും ഇല്ല കേട്ടോ. നിന്റെ ചേട്ടൻ കല്യാണം കഴിച്ചതാ? ആ ചേട്ടൻ കല്യാണം കഴിച്ച ഡൈവോഴ്സ് ആയി. അയ്യോ, 2 മാസം അവർ ഒരുമിച്ച് താമസിച്ചോളൂ. ചേട്ടത്തി പിണങ്ങി പോയി. അങ്ങനെ ഡൈവോഴ്സ് കേസ് കൊടുത്തു. അപ്പൊ ഈ കൗൺസിലറിനെ വിളിക്കുമല്ലോ, കൗൺസിലിംഗ് അതിന് വിളിക്കുമല്ലോ. അപ്പൊ ചേട്ടന്റെ അടുത്ത് പോയി ചേട്ടത്തിയായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഒത്തുതീർപ്പ് ചർച്ച. അങ്ങനെ ഇപ്പൊ 6 മക്കളുണ്ട് അവർക്ക്. ഡൈവോഴ്സ് കേസ് കൊടുത്തേക്കല്ലേ? ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയി. 6 മക്കൾ അങ്ങനെ? അതെന്ന് വെച്ചാ ചേട്ടത്തിന്റെ വീട് ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണ്. ഈ ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ട്രെയിൻ വരും. ആദ്യം വന്നതൊരു മെമു ട്രെയിനാണ്, അത് പതുക്കെയല്ലേ പോകൂ. അങ്ങനെ സംസാരിച്ച് ചേട്ടായിരുന്നു. ഒറ്റ പ്രസവത്തിൽ 3 മക്കള്. പിന്നെ ബാക്കിയുള്ളത് പിന്നെയും പറഞ്ഞു ചേട്ടത്തിയായിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ വന്നത് ട്രിവാൻഡ്രം എക്സ്പ്രസ്. അത് പലയിടത്തും പിടിച്ചിട്ടല്ലേ പോവൂ, അതും പതുക്കെ പോവുള്ളൂ. അങ്ങനെ സംസാരിച്ചിരുന്ന് ഇരട്ട പിള്ളേര്. അതാണ് മഞ്ജു ചിഞ്ചു. അതന്നെ, ആ മഞ്ജു അങ്ങനെ 5 എണ്ണമായി. ഓ അത് ശരി. അപ്പൊ പിന്നെ ലാസ്റ്റ് കൊച്ചെന്ന് പറഞ്ഞാൽ ചേട്ടൻ അവസാനമായിട്ട് സംസാരിക്കാൻ പോയിരുന്ന് അവസാനം വന്നത് ഒരു കൊച്ചാണ്. അതെ, ഒരു കൊച്ചി. അല്ല, അപ്പോഴാണ് ഈ വന്ദേ ഭാരത് ഇറങ്ങിയത്. പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ. കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ ഞാൻ ജോത്സ്യനെ പോയി കണ്ടു. പാട്ട് പാടുന്ന ആട്ടോടെന്ന് പറഞ്ഞോ മുറുകാൻ ചവയ്ക്കും. ഓരോരോ ഗായികമാർക്ക് ഓരോരോ ആറ്റിറ്റ്യൂഡ് അല്ലേ? നിങ്ങൾ എന്തോ നീ പറയുന്നേ? ഈ പാട്ട് പാടുന്ന ജോത്സ്യനല്ലേ മുറുക്കാൻ ചവയ്ക്കും? രണ്ടുപേരും ഇരട്ട പറ്റിയാണോ? മാമ എന്റെ കുടുംബത്തിൽ ജനിക്കേണ്ടതായിരുന്നു കേട്ടോ. നമുക്ക് 2 കൂടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കായിരുന്നു. അങ്ങനെ പറഞ്ഞു നിങ്ങളെ വീടിന് ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ട്. 2 നാൽക്കാലികളെ മേടിച്ച് വളർത്തണമെന്ന്. എന്റെ പൈസ ഇരിക്കുന്ന 2 നാൽക്കാലികളെ മേടിച്ച് വളർത്താൻ ജോത്സ്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാൻ തപ്പി കിടന്ന്. അപ്പൊ ഞാൻ നോക്കിയാണ് കഥവിന്റെ ഒരു 8 കാലി ഇരിക്കുന്നു. ഞാൻ എടുത്ത് കുപ്പിയിലിട്ട് വളർത്തി. അപ്പൊ 2 നാൽക്കാലി ആയല്ലേ? 8 കാലിയായി. ബുദ്ധി വേണം, അതാണ്. ശരിയാണ്. അല്ല, നിങ്ങൾ അർജന്റീനയാണോ അത് ബ്രസീലാണോ? ആദ്യമേ പറഞ്ഞില്ല, സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ആര് ജയിക്കും അവരെ കൂടെ. ഒരു വെള്ളത്തിൽ കാലഘട്ടം നെടുവേ കീറിപ്പോ. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ തുപ്പും. കഴിച്ചാ പിന്നെ തുപ്പൂല. ഇത് ഞാൻ കളി സമനിലയിലായതിന്റെ ഹെഡ് ചെയ്താണ് ഗോളാക്കിയത്. ഇതെങ്ങനെയാണ് ഇത് ഇവര് പഠിക്കണത്? അതൊക്കെ പഠിക്കാൻ നമുക്ക് ഹെഡ് ചെയ്ത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെഡ് ചെയ്യണത്. പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഹെഡ് ചെയ്യണത്? ബാളുണ്ടോ? ബാളൊന്നും ഇല്ലടേ. ബാളില്ല. ഇങ്ങോട്ട് മാറിയില്ല. നാളെ ഒരെണ്ണം വാങ്ങിക്കാം. ഒരു ബാള് സംഘടിപ്പിച്ച് ഇങ്ങോട്ട് കാണിച്ചു. ഞാൻ അങ്ങോട്ട് പൊക്കിയിടണം.
എന്താ എടാ അതാണല്ലേ. അതാണ് കിട്ടി. പോളങ്ങ് പോ. ഒന്നൂടെ. എന്താ അത് കൊള്ളാണ്. എനിക്ക് പഠിക്കണം, എനിക്കൂടെ കാണിക്കാം. ബാലില്ലല്ലോ, ഞാനിപ്പോ എന്തോന്ന് എടുക്കാൻ. ഇവിടുന്ന് എന്തെങ്കിലും എടു. എനിക്കൊന്ന് സെറ്റ് ചെയ്യണം, പഠിക്കണം. പിടിച്ചോ. ആ. തേങ്ങ എങ്ങനെയുണ്ട്? ഇത്രേ ഉള്ളു. എങ്ങനെയുണ്ട് സംഭവം? ഇത്ര അല്ല, കമ്പനി പട്ടാളം കൊട്ടാരം വളഞ്ഞു കഴിഞ്ഞു. കുക്കൻ വായും തുറന്ന് നിൽക്കാതെ പെട്ടെന്ന് വാ. നമുക്ക് അമ്മച്ചി ഫ്ലവർ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാം. സംഭവം പാളി കേട്ടാ. ഇനിയിപ്പോ ക്ലൈമാക്സ് എടുക്കാൻ എന്തോ ചെയ്യും? ആ, ഒരു ഐഡിയ ഉണ്ട്. എടേ അമ്പളിക്കുട്ട, അത് തന്നെ. ക്ലൈമാക്സ് പഞ്ചടിച്ചു കൊടു. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമ്മുടെ പെർഫോമൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ബാറ്ററി സ്കിറ്റ്. ആരൊക്കെയാണ് വരാൻ പോകുന്നത്? ഗേൾസ്. തെക്കേക്കരയിൽ നിന്നും ഇങ്ങനെ തുടർച്ചയായി ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കാം. അപ്പം ഇത്തവണ ഞങ്ങൾ ഹിറ്റ് മാത്രമല്ല, അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ ഒന്ന് കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. അല്ലേ ശ്രീ? ഞങ്ങൾ ഇപ്രാവശ്യം നിഖിലിനെയും നീലിമേനെയും കൂടെ ഒരു സർപ്രൈസും കൂടെ ഇറക്കാൻ പോവാം. അടിപൊളി. അപ്പൊ എന്തായാലും ചേച്ചി ബാറ്ററി ഓൺ ആക്കിയാലേ നമുക്ക് ആ സർപ്രൈസ് എലമെന്റും കാണാൻ പറ്റുള്ളൂ. ഒരു സർപ്രൈസും ഇല്ലാതെ ബാറ്ററി ഓണാ. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ നിഖിൽ, നീലിമ ആൻഡ് സർപ്രൈസ് എലമെന്റ്. എന്താണ് ഈ രാത്രിയിൽ നീ എന്നെ കാണിച്ചു കൂട്ടണേ? അമ്മ ഞാൻ ഫുട്ബോള് ഹെഡ് ബാലൻസ് ചെയ്യുവാ. ഓ, ആദ്യം നീ ഒന്ന് ബാലൻസ് ചെയ്ത് നിക്ക്, എന്നിട്ടല്ലേ ബോൾ ബാലൻസ് ചെയ്യണത്. അമ്മ വേൾഡ് കപ്പ് നടക്കുമല്ലോ, എനിക്ക് നല്ലൊരു പ്ലെയർ ആകണം. കപ്പ എടുക്കണം. എന്നാ കുറച്ച് ബീഫ് എടുക്കട്ടെ, എന്താ കപ്പയും കൂട്ടി കഴിക്കാലോ. കപ്പ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, കപ്പ എടുക്കുന്ന കാര്യമാ പറഞ്ഞേ. എടാ, കപ്പ എടുക്കാൻ പോകാതെ നീ പോയൊരു പെണ്ണ് കെട്ടടാ. പെണ്ണ് കെട്ടിയ കൊച്ചിനല്ലേ എടുക്കാൻ പറ്റുന്നത്? അതങ്ങനെ കപ്പ ഏതാ വേൾഡ് കപ്പ് ഏതാന്ന് അറിയാത്ത അമ്മയോട് ഞാൻ എന്താ പറയാനാ? എപ്പോ നോക്കിയാലും പോയി പെണ്ണ് കെട്ട്. എന്റെ കുട്ടികളുടെ അമ്മമാരെ എപ്പോഴും ഇത് തന്നെ പറയുന്നത്, പോയി പെണ്ണ് കെട്ട് എല്ലിയാളിയാ. പിന്നെ അല്ലാതെ പിന്നളിയാ. എന്നാ മോനെ, നമുക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? അമ്മ ഞാനൊരു സ്ത്രീ വിരോധിയാണമ്മ. എന്റെ മനസ്സിൽ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല. നിന്റെ അമ്മയായ ഞാനൊരു സ്ത്രീ അല്ലേടാ. അമ്മ ഒഴികെ ഈ വീട്ടിൽ മറ്റൊരു പെണ്ണ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളില്ലയോ, അവരിവിടെ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് ഇവിടെ കേറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എടാ, ഇനി എനിക്ക് ഈ വീട്ടില് നിനക്ക് വെച്ച് വിളമ്പി തരാൻ പറ്റത്തില്ല. ശരി, അമ്മ വെച്ചാ മതി, ഞാൻ വിളമ്പി തിന്നോ. തോന്നുന്നത് വിശക്കുന്നു. റേഷനറി ആണോ അത്? അയ്യോ, റേഷനരിയോ? ഒന്നാന്തരം സുലേഖയുടെ അരിയാ. എന്ത് സുലേഖരിയോ? മനപൂർവ്വമാ ഒരു പെണ്ണിന്റെ പേരുള്ള അരി വെച്ച് ചോറ് വെച്ച് എനിക്ക് കൊണ്ട് തന്നേക്കാം. എന്റെ മനസ്സ് മാറ്റാൻ എനിക്ക് ചോറ് വേണ്ട. ഞാൻ ഉറങ്ങാൻ പോവാ. എന്റെ മനസ്സിൽ ഈ പെണ്ണില്ല. ഇതെന്താ നമ്മുടെ പെണ്ണിനെ കയറ്റി വെച്ചിട്ട് എനിക്ക് ഞാൻ ഉറങ്ങാൻ പോവാ. അടിപൊളി. അമ്മ അമ്മ എന്താടാ അമ്മ വിളിച്ചു പോണേ? എന്താടാ? അമ്മ ഇവിടെ ഒരു പെണ്ണ് വന്നല്ലോ. നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് എന്ത് എനിക്കണു. അമ്മ നിങ്ങളല്ല, വേറൊരു പെണ്ണ് ഇവിടെ വന്നു. ആര്? എവിടെയാടാ? ആരാടാ? അവിടെ വല്ലെന്ന് എന്റെ സ്വപ്നത്തിൽ വന്നെന്നാ. ഇവന്റെ സ്വപ്നത്തിലെങ്കിലും ഒരു പെണ്ണ് വന്നല്ലോ. ഈ സ്വപ്നത്തിൽ മാത്രമല്ല, എന്റെ ബ്രെയിൻസിൽ പോലും ഒരു പെണ്ണ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞ സാധനം എന്റെ മോനുണ്ടോടാ? നിന്റെ ഈ ബോളിന്റെ അകത്തും നിന്റെ തലയിലും ആകെ ഉള്ളത് കുറച്ച് കാറ്റ് മാത്രം. ഞാൻ ഇത്ര ചൂടെടുത്തിട്ട് ഈ വീട്ടിലൊരു ഫാൻ ഇടാത്തതേ, ആ ഫാനിന് ഒരു പെണ്ണിന്റെ മേലായതോണ്ടാ. അതുകൊണ്ടാണ് ഞാൻ ചവിട്ടി കൂട്ടിയെടുത്ത് അയ്യത്ത് കളഞ്ഞ. നിന്റെ ഈ സ്ത്രീവിരോധം കാരണം ഈ വീട്ടിൽ മല്ലിപ്പൊടി വെച്ച ഒരു കറി വെക്കാൻ പറ്റണില്ല. മല്ലി ഒരു പെണ്ണിന്റെ പേരാന്ന് പറഞ്ഞു കെന്റി കിട്ടേക്കണു. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. നിനക്ക് ഈ ഉറക്കം മാത്രമേ പറ്റത്തുള്ളൂ. എന്താ പറഞ്ഞാല് എന്റെ മനസ്സിൽ ഇനി ഒരു പെണ്ണിന് സാരമില്ല.
എനിക്ക് ഫുട്ബോൾ മാത്രമാണ് എന്റെ ലോകം. ഞാൻ ഫുട്ബോൾ കാണാൻ പോവാ. അയ്യോ അമ്മ 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 ഒരു പെണ്ണെ തൊട്ടമ്മ. തൊട്ടല്ലോ. അമ്മ തൊട്ട നല്ല വന്ന സ്വപ്നത്തില് ഒരു പെണ്ണ് വന്ന് എന്നെ തൊട്ടമ്മ. ആ ഇവനെ സ്വപ്നത്തിലെങ്കിലും ഒരുത്തി തൊടുന്നുണ്ടല്ലോ. അപ്പുറത്തിലാണെങ്കിലും അവിടെ നല്ല സുന്ദരിയാ. ആ ശ്രീവിരോധിയായ എന്റെ മോനെ ഏതവളാ ഈ സ്വപ്നത്തിൽ വന്ന് ഉപദ്രവിക്കും. എനിക്ക് അവളെ ഒന്ന് കാണാം. ഞാൻ കണ്ടിട്ട് വിശക്കുന്നില്ലേ? ഇല്ല വിശക്കണില്ല. ആ, ഇല്ല. ഞാൻ കണ്ടിട്ടേ ശരാ മുമ്പേ കണ്ട സ്വപ്നത്തിൽ അതേ പെണ്ണ് തന്നെ അറിഞ്ഞേ. നീലേ നീല മഴയിൽ എന്ത് മഴയാടാ മോനെ പെയ്തോണ്ടിരിക്കണേ. അമ്മ എനിക്ക് പെണ്ണ് കെട്ടണം. ശ്രീവിരോധിയായ നിനക്ക് പെണ്ണ് കെട്ടണോ? എന്റെ വിരോധമൊക്കെ മാറി. ആണോ? അപ്പൊ നിനക്ക് വലിയ പ്ലെയർ ആവണ്ട. ഫുട്ബോൾ പ്ലെയർ. ഫുട്ബോൾ പ്ലെയർ ഒക്കെ കല്യാണം കഴിക്കത്തില്ല ചേട്ടാ. ആ എനിക്ക് പെണ്ണ് കെട്ടണം. അമ്മ സ്വപ്നത്തിൽ കണ്ടില്ലേ അതുപോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കെട്ടണം. നിനക്ക് സ്വപ്നത്തിൽ കണ്ട പോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചേരാം. നീ അവളെ നന്നായിട്ട് നോക്കുവോ? നന്നായിട്ട് ഞാൻ നോക്കും. ഉറപ്പാണേ? ഉറപ്പാ. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ? അല്ല സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ എങ്ങനെ വിളിക്കുന്നേ? നിന്റെ ഈ ശ്രീവിരോധം കാരണേ ഞാൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പ്രാങ്ക് തന്നതാ. പ്രാങ്ക? അപ്പൊ ഇവിടെ ശരിക്കൊരു പെണ്ണുണ്ടോ? ഉണ്ട്. എന്നിട്ട് ഞാൻ വിളിക്കട്ടെ അവളെ? വിഷ്ണുപ്രിയേ മോളെ കേറി വാ. ഇവിടെ തന്നെയല്ലേ നീ സ്വപ്നം കണ്ടേ? ആണോ? അമ്മ ഞാൻ ഇവിടെ കെട്ടിക്കോട്ടെ? കെട്ടിക്കോടാ. കെട്ടിക്കൊണ്ടുപോയി സുഖമായി ജീവിക്കടാ. അത്രയും കുഴപ്പമില്ല കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതാണ് ഞങ്ങള് പറഞ്ഞ സർപ്രൈസ്. സ്കിറ്റില് മാത്രമല്ല നിഖിലിന്റെ ലൈഫിലെയും പങ്കാളിയാണ് വിഷ്ണുപ്രിയ. എന്നാലും നീ ഞങ്ങളുടെ കയ്യിലൊക്കെ ഒളിച്ചു വെച്ച് കളന്നുള്ളടാ ഈ ബന്ധം. ഓർക്കുന്നുണ്ടോ? കൊറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് പെണ്ണില്ലാന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. ഓർമ്മ? ഓ ഇപ്പൊ പരാതി മാറിയില്ലേ? ഫ്ലോറിൽ കൊണ്ടുപോകുന്നില്ലേ? നിന്റെ പരാതി മാറി. 12 കൊല്ലായി പെണ്ണഴിച്ചോട് ഇപ്പോഴും കണക്കോടെ തിരിക്കണുണ്ട്. വേണമെങ്കിൽ ചക്ക വേറെ ഞാൻ തന്നെ എത്രയോ ലാവ് തൊട്ടെന്നറിയോ? ആഴ്ച കൂടെ മാത്രം. നിഖിലേ നിങ്ങൾ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തേ? അങ്ങനെ ശരിക്കും പറയോ? വിഷ്ണുപ്രിയ പറയട്ടെ, അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പില്. അപ്പോൾ അതുവഴി പരിചയപ്പെട്ടതാ. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചു. ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തു. എന്തോ പറഞ്ഞേ? ഇഷ്ടമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വിഷ്ണുപ്രിയക്ക് നിഖിലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ പോലും ഭയങ്കരമായിട്ട് അവർ തങ്ങ് ക്ഷമിച്ച് ആ റിലേഷൻ എന്താണോ അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ദേഷ്യമില്ല, പക്ഷെ ഭയങ്കര സുന്ദരിയാട്ടോ. സത്യം പറഞ്ഞ സ്കിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല. വിഷ്ണുപ്രിയ വരോ നമ്മള് ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. സോറിയടാ, ഇപ്രാവശ്യം നമ്മൾ തിരിച്ച് നിഖില് പറഞ്ഞ ഒരു ക്വാളിറ്റി ആളുടെ അത് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ തിരിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞു. അല്ല, ക്വാളിറ്റി എന്ന് പറഞ്ഞാലേ എന്റെ ആളെന്നെ ഇഷ്ടപ്പെട്ടത് എന്റെ പോസിറ്റീവ് ആണല്ല.
എന്റെ കംപ്ലീറ്റ് നെഗറ്റീവും കേട്ടിട്ടാ വന്നത്. കാരണം എന്നോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് ഓരോ പെൺകുട്ടിയുടെയും പേര് പറയും. ഇന്ന ആളെ നിങ്ങൾ പ്രേമിച്ചാണോ, ഇന്ന ആളെ നിങ്ങൾ പ്രേമിച്ചാണോ, ഇന്ന ആളെ പ്രേമിച്ചാണോ. അപ്പൊ ഞാൻ പറഞ്ഞു ആണ്. ഇവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? അവരൊക്കെ തേച്ചിട്ട് പോയി. ആര് തേച്ചിട്ട് പോയി? അവര് തേച്ചിട്ട് പോയി. അങ്ങനെ അപ്പൊ എന്നെ കുറിച്ചിട്ട് കുറെ കേൾക്കണമെന്ന് കേൾക്കാത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു 3.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഇഷ്ടം പറഞ്ഞു പോയി. റീപ്ലൈ കേൾക്കാൻ ഞാൻ നിന്നില്ല. അടുത്ത ആളെ തടുപ്പോയി. അതാണ് അമ്മ. എന്നിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ വെറുതെ ഒരു ഹായ് വീണ്ടും ഇട്ടപ്പോഴാണ് പറയുന്നത് ഞാൻ 3.5 വർഷമായിട്ട് കാത്തിരിക്കുന്നു. ആണോ? നമുക്ക് ഇഷ്ടം പോലെ പ്രപ്പോസൽസ് നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ? എന്നിട്ടും ആ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് കൊടുക്കണം കയ്യടി. അല്ലടാ, ഈ 3.5 വർഷം കാത്തിരിക്കാനേ ആളുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് ഒന്നുമില്ല. എന്നാലും 3.5 വർഷം എങ്ങനെ? ഞാന് എന്തെങ്കിലും പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പോവും, അപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്യും. ഇവ എന്തോന്ന് ഇത്? ഞാൻ ബ്ലോക്ക് ചെയ്ത് വേറെ കൊണ്ടല്ല. ഞാൻ ഇത്രയും നമ്മൾ വേറെ ലവ് തേടി പോയല്ലോ. ആ ലവ് തേടി പോയത് ആ പെണ്ണുങ്ങളെ നിങ്ങൾ വഞ്ചിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടാ ചോദിച്ചോണ്ട് വന്നേ. അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടാവാതിരിക്കാനെ കൊണ്ട് അങ്ങനെ ഇടയ്ക്കൊരു ബ്രേക്കപ്പ് വന്നു. അപ്പൊ ആ ബ്രേക്കപ്പ് ആ റിലേഷനിലെ ആള് ഭയങ്കര സീരിയസ് ആയിരുന്നു. മാരേജ് ആ ഒരു ഇതൊക്കെ ഫിക്സ് ചെയ്ത് വന്നതാ. അന്നേരമാണ് ബ്രേക്കപ്പ് വന്നത്. അപ്പൊ പിന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് നിൽക്കുവാന്ന് അറിഞ്ഞു. അപ്പൊ അറിഞ്ഞപ്പോ സമാധാനിക്കാൻ പോയതാ. അത് വിചാരിച്ചു ഞാൻ കുറ്റപ്പെടുത്താൻ 3.5 കൊല്ലം കുഞ്ഞിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ക്ഷമയ്ക്ക് വേണ്ടിട്ട് ഒരു കുമ്മ കൊടുത്തേ. കൊടുക്ക്. 3.5 കൊല്ലം ആ കൊച്ചിനെ നീ വെയിറ്റ് നിന്റെ മനസ്സ് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. നെറ്റി കൊടുക്കേ. ക്ഷമിച്ചിരിക്കുന്ന കേട്ടാ. ഇനി നിങ്ങൾ ഒരു പ്രശ്നമല്ല. 3.5 കൊല്ലം അവനൊരു അബദ്ധം പറ്റി. ഇപ്പൊ നന്നായി. ഇനി എന്റെ കുട്ടിയെങ്കിൽ എന്നാണ് ഫ്ലോറിൽ ഒരു കൊച്ചിന് ഉമ്മ കൊടുക്കുന്നത് അതുകൂടെ കണ്ടിട്ട് വേണം. അയ്യോ, നമ്മളിവിടെ നിഖിലിന്റെ ക്വാളിറ്റി ചോദിച്ചു, വിഷ്ണുപ്രിയയുടെ ക്വാളിറ്റിയും ചോദിച്ചു. പക്ഷെ ഇവര് പരിചയപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? നീലിമ ചേച്ചിയാണ് അതിന്റെ സെക്രട്ടറി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്കിറ്റിന്റെ ലാസ്റ്റിലത്തെ ഡയലോഗ് ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറി തന്നെയാണ്. അല്ല, അതിനകത്ത് കാരണമുണ്ട്. ഞാൻ മുമ്പേ കുറെ ലവ് എന്ന് പറഞ്ഞില്ലേ, അതിനെല്ലാം വന്ന് എന്നെ വിളിച്ച് ചീത്ത വിളിക്കുന്നത്. അവരൊക്കെ ഓരോ ഇത് ഫെയിലിയർ ആവുമ്പോ വന്നിട്ട് എന്നോട് കംപ്ലൈന്റ് പറയും. അപ്പൊ ആ കംപ്ലൈന്റ് സെക്രട്ടറി എന്ന നിലയിൽ അത് കേൾക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അപ്പൊ എനിക്ക് ഇവനോടൊരു അമ്മ മകൻ സ്നേഹമാണ്. അപ്പൊ ഇവൻ അവസാനം ഇവളെ പ്രപ്പോസ് ചെയ്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് അവന് വേറൊരാളെയും കൂടെ ഇഷ്ടമുണ്ട്. ചോയ്സിങ് ടൈമാ. അപ്പൊ അന്നേരം ഇവൻ എന്നോട് പറയാണ്, രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ എന്നോട് ഇങ്ങനെ ബെറ്റർ ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായതാ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവൻ അവളെ കൂടുതൽ കൺവിൻസ് ആക്കി. അതായത് അവളുടെ കുറച്ച് നല്ല ക്വാളിറ്റീസ് ആണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ മറ്റേ കുട്ടിയുടെ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്ത ആളാണ് കൂടുതലായിട്ട്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിലെ കാസനോവ ആയിരുന്നു. തീർച്ചയായിട്ടും ഈ കാസിനോവ ഒരെണ്ണത്തിനും കൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്, അതെന്തോ ഗ്രൂപ്പായിരുന്നു? ആ ഗ്രൂപ്പ് ചേച്ചി ആക്ച്വലി നിഖിലിന് ലൈൻ സെറ്റ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ് പോലെ ഫീൽ ചെയ്യും. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞങ്ങള് പൊക്കം കുറഞ്ഞവർക്ക് മാത്രം, കേരളത്തില് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പൊക്കം കുറഞ്ഞവരുടെ മാത്രം സംഘടനയാണ് ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ്. അതെ, ഞങ്ങളുടെ ട്രസ്റ്റിന് ഇങ്ങനത്തെ പരിപാടി ഇല്ല. ഇതിന്റെ അകത്തുള്ളവരുടെ പക്ഷേ ഈ ട്രസ്റ്റിലെ ഏറ്റവും വലിയ ട്രസ്റ്റ് വർത്തിയായിട്ട് 2 ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. അത് ഓക്കെയാണ് കേട്ടോ. അതെ, സൂപ്പർ. ഒരു കാര്യം കൂടെ അത് ഞാൻ പറയാം. ഇവരുടെ മാരേജ് ഡേറ്റ് റിവീൽ ചെയ്യാണ് ഒക്ടോബർ 24. ഒക്ടോബർ 25 ഞങ്ങളുടെ വേൾഡ് ഡാർഫിസം ഡേ, പൊക്കം കുറഞ്ഞവരുടെ ദിവസം. അപ്പൊ 24 ഇവരുടെ കല്യാണം കഴിഞ്ഞ് 25 ഞങ്ങള് ഡാർഫിസം ഡേ ആഘോഷിക്കും. ഞങ്ങളും വരും. അതെ, സൂപ്പർ. അപ്പൊ എന്തായാലും നിഖിൽ ഹാപ്പി ആയി. ഒരിക്കൽ ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം തിരിച്ച് ഈ ഫ്ലോറിൽ വന്ന് സാധിച്ചിരിക്കുകയാണ്.
അടിപൊളി. സോ ഹാപ്പി ഫോർ യു നിഖിൽ ആൻഡ് വിഷ്ണുപ്രിയ. നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരുടെയും. നിങ്ങൾ 3 പേരും നന്നായിട്ട് അഭിനയിച്ചു. ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരുന്നു. ഞാൻ ടോട്ടലി മെസ്മറൈസ്ഡ് ആണ് വിഷ്ണുപ്രിയനെ കണ്ടിട്ട്. നിഖിൽ ഭയങ്കര നോട്ടി ബോയ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. അത് ചേച്ചി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിഖിൽ ഇനി നല്ലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ട്. എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക ലൈഫ്. അതെ, ഓക്കെ, സൂപ്പർ ലവ്. ഇങ്ങനെ തന്നെ എപ്പോഴും സ്നേഹിച്ചോണ്ടിരിക്കുക. ഇനിയേ വേറെ എവിടെയും പോവരുത് ചേച്ചി. ഇത് ഈ വേദിയിൽ തന്നെ വന്ന് പറയണേ ഇവൻ എന്തെങ്കിലും ചെയ്താൽ കേട്ടോ. മലയാളികൾ അറിയട്ടെ. ആദ്യം അവന്റെ വാട്സാപ്പ് പറഞ്ഞു പൊട്ടിക്കണം. അതെ, ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് നിഖിലിന്റെ കാര്യത്തിൽ വേണ്ടി വരും. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാറ്ററി നോക്കിയാലോ? കണ്ടാടാ നിഖിൽ വന്ന അഭിനയ ഐശ്വര്യം വന്നു കയറിയപ്പോ കണ്ടാടാ. 250 അല്ലല്ലോ അല്ലേ? അടുത്ത സ്കിറ്റിൽ വിളിക്കുന്നത് കണ്ട. അപ്പൊ ചേച്ചി 25,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. എന്താ 2 5 സന്തോഷായി. ഇനിയും വരണം, പെർഫോം ചെയ്യണം, അടിപൊളിയാക്കണം. ഓക്കെ, ഇനി അടുത്തത് ചെറുക്കന്റെ ടീമുകാർ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കലാപരിപാടി. എന്താണ് പരിപാടി? പരിപാടി ഒന്നുമില്ല, ഇവരെ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. ഈ ഫ്രീ സ്റ്റൈൽ എന്ന് പറയത്തില്ല, ഇങ്ങനെ ബോൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. വീട്ടിൽ കപ്പ വെച്ച് ഓരോ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫുട്ബോളാണ്. അതറിയില്ല, അത് ഇതെങ്കിലും പറ്റുമെന്നുള്ളത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ 3 ഫുട്ബോളേഴ്സിന്റെ ഇടയിൽ ഒരു ബന്ധമുള്ള 2 പേര് നിൽക്കുന്നത് എന്താണ്? ഇവരല്ലേ? അവരുണ്ട്. വെറുതെ കണ്ടിട്ടിരിക്കാൻ എനിക്ക്. സാറേ, അവർ രണ്ടുപേരും അവിടെ കയറി നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിക്കാൻ പോവാണ്. നിങ്ങളാണ് ഇടപെടേണ്ടത്. ശരിയാക്ക്. ആ വിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷെ ഇവരിൽ നിന്നും അവർക്കൊരു ഊർജം കിട്ടിയാൽ അത് ഫുട്ബോളിന് ഭാഗ്യമായി വരില്ലേ? ആർക്ക് എവരിൽ നിന്ന് അവർക്ക് ഊർജോ? ഞാൻ എന്തിനാന്നറിയ 3 ഫുട്ബോളേഴ്സിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാവും സൗരഭ്യം. അങ്ങനെയെങ്കിലും കളിക്കട്ടെ. ആ കല്ലൊന്ന് എടുത്ത് മാറ്റിക്കോട്ടെ. അതല്ലെങ്കിൽ കഞ്ഞിയിൽ കടിക്കുന്ന കല്ലോ. ഇതെന്താ അറിയാം, ഇത് സത്യത്തിൽ ഇവിടെ എല്ലാരും പ്ലാൻ ചെയ്തിട്ട് 4 പേരായിരുന്നു. അവിടെ നെടിയിക്കാൻ 1.5 മണിക്കൂർ. അതുകൊണ്ട് അവിടെ അതറിയാമോ, അങ്ങനെ ഇരുത്തിയാണ് ക്രെയിന് വെച്ചോണ്ട് ഇരുത്തിയതാണ്. അതുകൊണ്ടല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ ഏത് എന്റെ വയറേന്നറിയാം. കൺഫ്യൂഷൻ വരും ആൾക്കാർക്ക്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രീ സ്റ്റൈൽ, കുറച്ച് ഫ്രീ സ്റ്റൈൽ എന്തായാലും പറയുന്നത്, ഫ്രീ സ്റ്റൈൽ ഡ്രിൽസ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ പഠിപ്പിച്ച് തരാമോ? ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് വീട്ടിലും നാട്ടിലും ഒക്കെ പോയി ഒന്ന് ഷൈൻ. രോഹിത് വീട്ടിലുണ്ടോ? രോഹിത് വീട്ടിലുണ്ട്. അവനെ തട്ടാനല്ല ഞാൻ ഇത് ഉദ്ദേശിച്ചത്. അവനെ പന്തോലിട്ട് തട്ടയില്ലേ എത്ര വർഷം. അവൻ എന്ത് തട്ടാൻ? എന്റെ അപ്പം ഭയങ്കര ഒരു അപ്പനെ തട്ടണോ? അല്ലോ, അപ്പന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഇത് കാണുമ്പോ അപ്പന് ഭയങ്കരമായിട്ട് പ്രൗഡ് ആയിരിക്കലോ എന്റെ മോള് എന്നുള്ള രീതിയിൽ. പ്രേക്ഷകർ പ്രൗഡ് ആവും. കമോൺ, ആരാണ് ആദ്യം ആരെയാണ് പഠിപ്പിക്കുന്നത്? നമ്മള് 3 പേരെ പഠിപ്പിച്ചു തന്നു. 3. അപ്പൊ 3 പേര് നമ്മളെ 3 പേരെയും പഠിപ്പിക്കട്ടെ. ആശാൻ എന്നെ പഠിപ്പിച്ചോട്ടെ, ഞാൻ റെഡി. നമ്മളൊരു ടീം. She is my coach and strong lady. And he is my coach. കൊച്ചേ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റെയിൻബോ ഒന്നുമില്ല. 12 തലവറ കൊടുത്താൽ മഴവില്ലോട്ട് വെള്ളം വായിലാക്കിട്ട് ഇങ്ങനെ തുപ്പി കഴിഞ്ഞാൽ കാണാൻ പറ്റും മഴ. കാസർഗോഡ് കോമഡി. അത് അവിടെ നിന്നും പോയി. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞേ? കുറച്ച് ടഫാണ് എനിക്കിഷ്ടം. എന്നിട്ട് വേണം ആ സാറുമാർ ഇംപ്രസ്ഡ് ആയിട്ട് ആ ഓറ ഇനി അവിടെ വന്നിട്ട് അവരോടും കൂടെ കൊടുക്കാൻ പറയട്ടോ. എനിക്ക് വിളിച്ചോ, ഞാൻ മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് വരാം. കിടിലോ ഞാൻ പിന്നെ പിള്ളേരെല്ലാം സൂപ്പർ ആവും. റെയിൻബോ നീ സംസാരം നിർത്ത്. ഞാൻ വേണോ ആദ്യം ചെയ്യാൻ? അതെ, ഐശ്വര്യ ബോൾ പിടിച്ചോ. അത് കരോട്ടല്ല, ഹുഷ് അടിച്ചിട്ടോ. ഇത് ഫുട്ബോളാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാ ഞാൻ ആദ്യം കാണിച്ചു തരാം. അത്രേ ഉള്ളൂ, കാണിച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് ഈ ഡ്രസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. ഐ ആം ഇൻട്രസ്റ്റിംഗ്. സൂപ്പർ ആയിരിക്കും. ഫസ്റ്റ് വിഗ്ഗളവ് താഴെ വീഴും. എലീനെ സംഭവം എന്താന്ന് മനസ്സിലായോ? സംഭവം എന്താന്ന് മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ദിലീപേട്ടന്റെ സിനിമയില്ലേ ഒന്നുകിൽ കോമഡി നശിപ്പിക്കും, ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധനം നശിപ്പിക്കും. നാശം ഉറപ്പാണ്. ഒരു കയ്യടി.
അനുഗ്രഹിക്കൂ. ഇഷ്ടപ്പെട്ടോ? 1, 2, 3. ഇങ്ങനെയാണ് കോഴി മുട്ട ഇടുന്നത്. അടിപൊളി അടിപൊളി സൂപ്പർ ഒരു മിനിറ്റ് എന്താ സാർ അഡ്മിഷൻ ഇപ്പൊ തന്നെ തരാം? വേണ്ട സാറേ, സൂപ്പർ 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 ആയിട്ട് സൂപ്പർ ആയിട്ട്. സാർ 1 more എന്ന് പറയുന്നടാ. ഇത് സ്റ്റേറ്റ് കലോത്സവത്താണ് പ്രത്യേക 1ാം സ്ഥാനമാണ്. വെൽ ഡൺ വെൽ ഡൺ കീപ് ഇറ്റ് അപ്പ്. എവിടുന്നൊക്കെ എനിക്ക് താങ്ക് യു. അതല്ല, ഒരു കോച്ചിങ്ങും ഇല്ലാതെ ഫസ്റ്റ് കാണുന്ന അത് ചെയ്യാൻ ഒരു താല്പര്യം കാണിച്ചു. വളരെ ഭംഗിയായി ചെയ്തു. അപ്പൊ കോച്ചിങ്ങും കൂടി ഉണ്ടായിരുന്നതിന് എന്തായിരുന്നാലും അവസ്ഥ. കോച്ചിങ്ങും കൂടെ ഉണ്ടായിരുന്നെ ചിലപ്പോ സിനിമാവിന്റെ പോസ്റ്റിൽ ഞാൻ വന്നേനെ. അതുകൊണ്ട് ദൈവം ആദ്യമേ എന്നെ അങ്ങ് വിട്ടു. എലി വന്ന നേരം മുതൽ ഇവിടെ ഇരുന്ന് ഈ സാറുമാരെ ഫുൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കയ്യിലെടുത്തോണ്ടിരിക്കുകയായിരുന്നു. സ്നേഹമാണ് പരിപാടിക്ക് ആങ്കർ ഇല്ലാതാക്കോ നിങ്ങളൊക്കെ കൂടെ? അല്ല, ഇനി ഫിലിപ്പോസ് പഠിക്കലിന്റെ കൂട്ടുകാരികാനാണോ ആ വന്നിരിക്കുന്നത്? അസോസിയേഷനിലും ഉണ്ടോ അറിയത്തില്ല, ചോദിക്കാട്ടോ. എലിക്കുട്ടി എന്തോ നന്നായി ചെയ്തു. അടിപൊളി, നന്നായി. ഒന്നുകൂടെ വേണോ ചേച്ചി? വേണ്ട മോളെ. എനിക്ക് അതാണ് പേടി. എലി നന്നായിട്ട് ചെയ്തു. 2 പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവന്മാർ. ദൈവമേ, വില കളയലേ അപ്പി. എനിക്ക് കോച്ചുണ്ട്, സ്പെഷ്യൽ വൈദ്യുണ്ട്. അല്ല അടുത്ത ആക്കില്ല. അതെ ഞാൻ നമുക്ക് ഇവിടെ പോയി പറഞ്ഞു എന്താ ചെയ്യാൻ കോച്ച് പിടിക്കല്ലേ നീ? ജസ്റ്റ് ബോള് അടിച്ചിട്ട് ബാക്കി കൂടെ വരും. സിമ്പിൾ ആണ്. ഒന്ന് കാണിച്ചു കൊടുക്കും മോനെ. അടിച്ചിട്ട് ബാക്കി കൂടെ വരുമോ? നോക്കോ. അഖിലിന്റെ മുഖം കണ്ടോ? ആരോ അഖിലിന്റെ തലയിൽ ഇടിച്ച പോലെ ഉണ്ടായിരുന്നു. മോനെ, ഇനി എന്തെങ്കിലും ഊരാണ്ടെങ്കിൽ ഊരിക്കോ. പ്രിയ സുഹൃത്തുക്കളെ, അതാ കുട്ടി അഖിൽ അടിക്കുന്ന ലാഹവത്തോടെ. കുട്ടി അഖിൽ പട്ടി അഖിലാകുന്ന കാഴ്ച ഏതാണ്? ഇത് വീട്ടിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ ആരും പരിഹരിക്കുന്നത്. കാര്യം ഇത് വളരെ അപകടകരമായ ഒരു ഐറ്റം. നീ ചെയ്യുമ്പോ കള്ളവിരൽ അങ്ങനെയുള്ള ചെറിയൊരു വിരൽ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. നോക്കിക്കോ. ലാസ്റ്റ് കണങ്കാലിന്റെ ചിരട്ട പൊട്ടും. കിടക്കട് ഒന്നുകൂടി ചെയ്ത സെറ്റ് ആവും. അടുത്ത കിക്കിന് കിട്ടും. ഒരു പ്രാവശ്യം കൂടി കൊടുത്ത സെറ്റ് ആവും. ഓ വേണ്ട, ഇനി അവന് വേണ്ടേ? കഴിഞ്ഞോ? പേടിക്കണ്ട, ഞാനായതുകൊണ്ട് ഇല്ലേ നിങ്ങൾ വിജയിച്ചാണ്. ഞാനായതുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചേനെ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ കരിയറിനെ ഇത് ബാധിക്കില്ല, എന്നെ ബാധിക്കും. എന്റെ പ്രൗഡ് കോച്ച് നിൽക്കുന്നത് നോക്കൂ. അടുത്തതായി ഫുട്ബോൾ നശീകരണ യന്ത്രം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറെ കാലമായി. അല്ല മോനെ, റാഫേൽ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അറൗണ്ട് ദ വേൾഡ്. അറൗണ്ട് ദ വേൾഡ്, അതായത് ഭൂമി ചുറ്റാന്നുള്ള സാധനം. കറങ്ങിയ തല ചുറ്റുന്നവനാണ്. ഇതൊന്ന് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്റെ തല ഇറങ്ങും. അറൗണ്ട് ദ വേൾഡ് അത് കണ്ടുപേരിട്ടാണോ? എന്താ ചെയ്യണ്ടേ പറഞ്ഞോ. നേരത്തെ സാരി എടുത്ത വീട് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം റെഡിയാക്കി വെച്ചോ. അയ്യോ ഇല്ലേ, ഓർമ്മിപ്പിക്കല്ലേ. ഇത് പോണ പോലെ എനിക്ക് സമയമുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പിള്ളേർക്ക് ചായ പരിപാടിയും കൊടുക്കട്ടെ. ഞാൻ ഇപ്പൊ വരാം. ഈ ഒരു കാല് പൊക്കുമ്പോഴാണ് ഞാൻ വീഴാറ്. ഞങ്ങൾ പിടിക്കാം. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഇത് തീരൂല. ഇത് ചെയ്യുമ്പോഴേ ബോള് ദിശ മാറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ കോച്ചിനോടൊന്ന് പറയണം, ഞങ്ങൾക്ക് ഒരുമിച്ച് മാറാനാകും. എല്ലാവർക്കും ഒരു ഹെൽമെറ്റ് കൊടുക്കൂ. ഞങ്ങൾ ഓടാൻ റെഡിയാണേ. ഓക്കെ, ആരും ഓടണം. ഇപ്പൊ തീർത്തരാം ഞാൻ. അഭ്യാസ പ്രകടനങ്ങൾ അർജുന്റെ ഒരു കമന്ററി വേണം. അഖിൽ ചേട്ടാ, ഒരു കമന്ററി പറഞ്ഞോ. കാണുക. ആരും കാണല്ലേ, ആരും കാണല്ലേ. ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി അഖിൽ ചേട്ടാ, കമോൺ. കാൽപന്ത് കളിയുടെ രാജകുമാരൻ ഇതാ ആവേശം നിറഞ്ഞ ഫുട്ബോൾ മത്സരത്തിലേക്ക് ഇതാ അർജുൻ അദ്ദേഹത്തിന്റെ ഇടതുകാല് പൊക്കി കിണയടിച്ചു. സെന്ററിൽ വെക്ക്. പൊക്കിയിരിക്കും. വീണ്ടും മൂന്നാമത്തെ വട്ടവും നിങ്ങളിത് കാണുക. വീണ്ടും പറഞ്ഞിരുതാ
അദ്ദേഹത്തിന്റെ ഇടക്കാൽ പൊക്കിക്കൊണ്ട് ഇതാ 10 ലക്ഷ്യമാക്കി മുന്നോട്ട് എന്നിട്ട് നോക്കിക്കോ ലാസ്റ്റ് ഇത് ഒറ്റക്കാരി ബോൾ നശീകരണ യന്ത്രം ഇതാ മൈക്ക് നശീകരണ യന്ത്രമായി മാറിയിരിക്കുകയാണ്. ഇനി 3 കൊല്ലം അമൃത TV നീ പണിയെടുക്കണം ഈ മൈക്കിന്റെ പൈസ കൊടുക്കുക. അർജുൻ നടക്കുമോ? നടന്നില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു this was much better അല്ലേ? that was good actually. അല്ല എന്നാൽ അവര് പറയട്ടെ. കൊള്ളാം ഇറങ്ങി പോടാ എന്നാണോ? ആലോചിക്കായിരുന്നേ പെരുമ്പാവൂർ ഇവരുടെ അസോസിയേഷന്റെ കീഴിലാണോ വരുന്നത്? അങ്ങനെയെങ്കിൽ അത് മാറ്റാൻ എറണാകുളം ജില്ല മൊത്തം വരും, പെരുമ്പാവൂരൊക്കെ പെടും. അപ്പൊ നിങ്ങള് പെടും. എന്തായാലും അർജുൻ well done. Thank you. ഇവര് പറയട്ടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത്. പറയൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് മോശം പറയാൻ പറ്റുമോ? അല്ല എന്നാലും ഒന്ന് പറഞ്ഞു. ആസ് എ കോച്ച് ഐ എം പ്രൗഡ് ഓഫ് യു. ഐ ലവ് യു പറഞ്ഞപ്പോ പോലും എനിക്ക് ഇത്രയും സന്തോഷം വന്നിട്ടില്ലായിരുന്നു. അത് പറയിപ്പിച്ചാണ് തോന്നുന്നില്ല. അല്ലല്ല ഞാൻ മൊത്തത്തിലാണ്. ഇല്ല പക്ഷെ നന്നായിട്ട് ചെയ്തു. അല്ല ബെറ്റർ എലിയായിരുന്നു. എലിയായിരുന്നു ബെറ്റർ. തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ നീ ജയിച്ചടാ. നീ വെറ്ററൻ എലിയാണ്. ഓക്കെ നമ്മുടെ രണ്ടുപേരുടെയും കൊച്ചുകൾ ചോദിക്കണ്ടാക്കി ചെയ്യണതിനേക്കാളും കൂടുതൽ അത് ട്രൈ ചെയ്യാൻ കാണിച്ച മനസ്സിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ശരിയായില്ല അത് പറയാൻ വരൂ കോച്ച് നിങ്ങൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും അപമാനം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല ട്രൈ ചെയ്തല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോഴും ശരിയായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു സ്കില്ല് കാണാൻ പറ്റി അവിടെ. അതെന്തായിരുന്നു? ഫുട്ബോൾ മേഖലയ്ക്ക് പുതിയൊരു ഐറ്റം കൊടുത്തു മനസ്സിലായില്ലേ? ആളെ നെയ്മറോ റൊണാൾഡോയോ മെസ്സിയോ ചെയ്യുമ്പോ മനസ്സിലാവും അതിന്റെ വില അല്ലേ പോലെ. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ നന്നായിട്ടായിരുന്നു ഞങ്ങൾക്ക് അത് പറഞ്ഞു തന്നത്. ഇനി വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇനി ആങ്കർ ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ബ്രേക്ക് ഒക്കെ പറയുമ്പോ. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ എങ്ങനെയാണ് നിന്റെ വിചാരം? ഇല്ല ഇപ്പൊ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു. സ്കിറ്റ് ഉണ്ടായിരുന്നു. ഫുട്ബോളിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പൊ എന്തായാലും ബിജു സാർ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. സാറിന്റെ ഒരു അസോസിയേഷൻ ഇനിയും ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളും ഒക്കെ ഫോമായി വരട്ടെ. ഇതുപോലെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. അവർ നാളത്തെ താരങ്ങളാവട്ടെ. അവരിതുപോലെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരട്ടെ. അപ്പൊ ചേച്ചി നമ്മുടെ ഇന്നത്തെ ഇനി ബാക്കിയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മെയിൻ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാ നമ്മുടെ ഫ്യൂച്ചർ തമീന, അജിത് ആൻഡ് റാഫേൽ. ഒരാഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണോ? എന്നാ ഒരു സെക്കൻഡ് ഞങ്ങളൊന്ന് ബാക്കിൽ നിന്ന് വരുവേ. നോക്കിക്കോടെ ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. 1 2 3 Come on guys. അജിത് ഇതുപോലെ നമ്മൾ ഒരു ദിവസം കപ്പ് പൊക്കില്ലേ? ഉറപ്പായിട്ടും അന്ന് ഇതുപോലെ നമ്മൾ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കൈയിരിക്കും നിങ്ങൾ എല്ലാവരും കേട്ടോ. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കീപ് ഗോയിങ്. അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് വരണം. ഓക്കെ മീന, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കോച്ച്. ചേച്ചി 2 വാക്ക് പറയേണ്ടതാണ് ഞങ്ങൾ പിള്ളേരെ പറ്റി. ഞങ്ങൾ വളർന്നു വരുന്ന കുരുന്നുകളാണ്. ഉറപ്പായിട്ട് ഞാനൊരു കപ്പ് ജയിക്കും. എന്തെങ്കിലും ഒരു കപ്പ് ജയിച്ചാൽ മതി. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. കോമഡി മാസ്റ്റർ സ്റ്റേറ്റ് അവാർഡ് കിട്ടും. ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു ബ്ലെസ്സിംഗ് ആണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. താങ്ക് യു ചേച്ചി. ഈ ആവേശത്തിൽ ഗൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ ഫുട്ബോൾ ലാസ്റ്റ് കളിച്ചിരിക്കും നമ്മൾ പറ്റിക്കുന്ന ഓരോ സ്റ്റൈലിലൊക്കെ നിൽക്കത്തില്ല എന്ന് പറയുന്നത് ഞാൻ ബായ് പറയുമ്പോൾ ഇതാണല്ലേ ശരി. കോമഡി മാസ്റ്റേഴ്സ് വൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.